വിളിക്കണ്ട, ഞങ്ങൾ വെടിവെച്ച് തീർത്തുള്ളത്. ദൈവമേ, തലയിടിച്ചല്ലോടോ ഇവിടെ. കാണിച്ചത് കളിച്ചു കൊച്ചു നല്ല തലയിടിച്ചാണ് വീണത്. എനിക്ക് അറിഞ്ഞൂടാ. അവള് എന്താ എങ്ങനെയുണ്ട് എന്റെ അഭിനയം? എന്താ എങ്ങനെയുണ്ട് എന്റെ അഭിനയം? അഭിനയായിരുന്നാ? സത്യം പറഞ്ഞ പാറു സൂപ്പർ. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അമ്മായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അതാണ് ഇത്. ഏത്? ഇവളാണ് നടി. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അവള് മറ്റേ ക്യാമറയുടെ മുമ്പിൽ ജനിച്ചപ്പോ പോലെ കിടന്ന് പൂന്ത് വിളയാടുന്ന പോലെയാണല്ലോ ഇപ്പൊ കാണിച്ച അലവലാതി. എടാ, നമുക്ക് ഇവളെ അഭിനയിക്കാൻ വിട്ടാരാ? പിന്നെന്ത്, നല്ല കാര്യം. ഒരു കാര്യം ചെയ്യും, വല്ല സിനിമ ലൊക്കേഷനിലും കൊണ്ടിട്ട് അവിടുത്തെ ഡയറക്ടറെ പിടിച്ച് അഭിനയിപ്പിച്ചോളുമല്ലോ. അല്ലാതെ പിന്നെ എടാ, ഇവിടെ ഓരോരുത്തർക്ക് അവസരം കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന്. അതെന്ത് ഇല്ലാത്തത്? അത് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? നല്ല വള്ളി കേസുമായിരിക്കേ. ഉറപ്പല്ലേ? എന്തായാലും ഹിമാലയ കുതിരാക്കുള്ളി ആയിരിക്കും. എടാ, ഞാനേ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് എപ്പോഴാണല്ലോ പണി? കാര്യം പറ. ഒരു പരസ്യം കണ്ട് ഒരു മറ്റേ TV ഷോയിലൊക്കെ കുട്ടി അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട്. അതിന് ഇവിടെ നമുക്ക് അയച്ചാലാ? ഞാനൊന്നും വരത്തില്ല. മിണ്ടാരി വച്ചേ. നിന്റെ സമ്മതം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? ഇല്ലല്ല. മൂത്തവര് മിണ്ടുമ്പോഴത്തേക്ക് ഇളവുള്ളവര് മിണ്ടാതെ നോളണം. അയച്ചാലാ? എടാ, ഇവളെങ്ങാനും ഓഡീഷന് സെലക്ട് ആയി കഴിഞ്ഞ ഇവള് പിന്നെ ആരാ? സെലിബ്രിറ്റി. ഇവളെ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാരാ? ആരെങ്കിലൊക്കെ ആവുമായിരിക്കുമല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇവളൊരു ലേഡി സൂപ്പർ സ്റ്റാർ ആവും. ഇപ്പൊ ഉള്ള സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ, ഇവളെ അഭിനന്ദിക്കുന്ന ഒരു ദിവസം വരും. എനിക്ക് ഒരു സ്റ്റാർസ് ആണ്, ഓരോ പണി ഒപ്പിച്ചോണ്ട് വന്നേക്കും. യേശുവേ, ഇട്ടാലാ? ചേച്ചിക്ക് വേറെ ഒരു പണിയും ഇല്ലേ? വേറെ വല്ലതും പോയി ചെയ്യാൻ നോക്കിച്ചു. എടി, അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. എനിക്ക് എന്തായാലും 100% ഉറപ്പാണ്. അമ്മായി എന്ത് പറയുന്നു? അവളൊന്ന് അത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നല്ലൊരു ഇതല്ലേ, ഓപ്പർച്യൂണിറ്റി അല്ലേ? വേണമെങ്കിൽ ഒരു കൈ നോക്കാല്ലേ, പാറിനൊന്ന് പരിച്ചെടുക്കാം. അതിപ്പം എല്ലാവർക്കും യോജിപ്പാണ്. ഇവര് ഞാൻ എന്തിനു മാറിക്കുന്നേ? ഞാനും കൂടാം. കട്ട സപ്പോർട്ട്. അല്ല ചേച്ചി, കല്ലൂനെ കൂടെ കയറ്റിവിടാൻ. ഞാൻ അത് ആലോചിച്ചതായിരുന്നു. പക്ഷെ അതിന്റെ എഴുതിയിട്ടുണ്ട് 6 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് പറ്റും. ജസ്റ്റ് മിസ്. താഴെക്കരയാണെങ്കിൽ കല്ലൂനെയും കൂടെ ഞാൻ പൊളിക്കില്ലായിരുന്നോ? എന്ത്, അവളാണെങ്കിൽ കറക്റ്റായിട്ട് നിന്ന് തരുകയും ചെയ്യും. അത് ശരിയാണ്. പോസ് ഒക്കെ ചെയ്ത്. പിന്നെ ചേച്ചി, നമ്മൾ ഈ പിള്ളേരൊക്കെ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ കഴിവുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ വലുതാകുമ്പോഴത്തേക്ക് കഴിവൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വരത്തുള്ളൂ. അത് ശരിയാണ്. ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് കേട്ടിട്ടില്ലേ? എക്സാക്ട്ലി. അവള് കതിരായിട്ടില്ല. അതെ, ഇപ്പൊ വേണം വളവിടാൻ. വളവിടണം. അത് പറ്റത്തില്ല. ഞാൻ പിടിച്ച് നല്ല വിളയാട്ട്. മഴ ആയതുകൊണ്ടാ കളക്ടർ അവധി പ്രഖ്യാപിച്ചേക്കുന്നത്. நல்ல കളക്ടർ. மழை முடிஞ்சதுக்கு அப்புறம் நீ ஸ்கூல்ல போய்தான் ஆகணும் பாரு. മഴ തീരല്ലേ? ആഹാ, ഇപ്പോഴേ മടി പിടിച്ചാ ശരിയാവത്തില്ല കേട്ടോ. എന്റെ കടി നിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.